നമുക്ക് ഒരു കിഡ്നിയുമായിട്ട് ജീവിക്കുന്ന ആരോഗ്യകരമാണ്. പലപ്പോഴും പല ആൾക്കാരിലും ജന്മനാ തന്നെ ഒരു കിഡ്നി മാത്രമേ ഫങ്ഷനിങ് ആയിട്ടുണ്ടാവൂ. ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ ആദ്യം അവരുടെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഓപ്ഷൻസും ഓർഗൻ ഡൊണേഷൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ബ്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ബ്രെയിൻ സ്റ്റെം, അവിടെ നമുക്ക് ക്ഷതം സംഭവിക്കുമ്പോഴോ ആ രോഗിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, വെന്റിലേറ്ററിന് സഹായമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, സ്വന്തമായി ശ്വാസം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു സാധ്യത വരുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റേത് മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു പടി മുകളിലായിട്ട് സഹജീവികൾ എന്നുള്ള ഒരു കൺസിഡറേഷനും അവരെക്കുറിച്ചുള്ള സങ്കടങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലിലുള്ള ഒരാൾക്കാരാണ് നമ്മളെപ്പോഴും ഈ ഓർഗൻ ഡൊണേഷൻ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഈ കേരളത്തിൽ തന്നെ ഓർഗൻസിന് വേണ്ടി, അതായത് എൻ്റെ ഓർഗൻ ഡാമേജ് കാരണം ഓർഗൻസിന് വേണ്ടി കാത്തു നിന്ന് മരണപ്പെട്ടു പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ. ഫസ്റ്റ് ഇയർ സർവൈവൽ ഇസ് അറൗണ്ട് 90-95%. അതായത് 90-95% ആൾക്കാരും ജീവനോടെ ഉണ്ടാകും. നമ്മളിപ്പോൾ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും അവർ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ മരുന്നൊക്കെ കഴിച്ച് വീണ്ടും അവർ നോർമലായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. ഭൂരിഭാഗം ആൾക്കാർക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഡോക്ടർ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നൊരു മൈക്രോ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം പേരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കുന്നു, ഏതവസ്ഥയിലാണ് നമ്മളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ എന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത്? നമുക്ക് ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ഇതിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് പല സമയങ്ങളിലും നമുക്ക് കംപ്ലീറ്റ്ലി മരുന്നുകൾ കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് പതുക്കെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞ് വന്നിട്ട് പിന്നെ അത് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല, അതായത് തിരിച്ച് നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് തന്നെ നമുക്ക് 5 സ്റ്റേജായിട്ട് തിരിക്കും. 5 സ്റ്റേജായിട്ട് തിരിച്ചിട്ട് ഒരു സ്റ്റേജ് 3 ഒക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ലാബുകളിൽ കാണുന്നത് പോലുള്ള വാല്യൂസ്, അതായത് ക്രിയാറ്റിൻ 1.3 1.4 കൂടുതൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് എന്നുള്ള പറയുന്നത്. അത് സ്റ്റേജ് 3 എത്തുമ്പോൾ മാത്രമേ നമുക്കതങ്ങനെ കൂടിക്കാണുള്ളൂ. അത് പതുക്കെ കൂടി ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് CKD സ്റ്റേജ് 5. ആ സ്റ്റേജ് 5 എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇനി അടുത്തത് എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞാലും പല ആൾക്കാരും മാക്സിമം നമ്മൾ ഡയാലിസിസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കാറ്. പക്ഷേ ചില സമയങ്ങളിൽ ഡയാലിസിസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനത്തെ രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. പൊട്ടാഷ്യം ലെവൽ വളരെ കൂടി പോവുക, പെട്ടെന്ന് ശ്വാസം മുട്ട് വരിക, അതല്ലെങ്കിൽ പിന്നെ തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ക്ഷീണം, പരസ്പര ബന്ധമില്ലാത്ത സംസാരം, മയക്കം, ഇതേപോലുള്ള ലക്ഷണങ്ങളുണ്ട്. CKD സ്റ്റേജ് 5 ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഡയാലിസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാറുണ്ട്. ഇതിനെ മൊത്തത്തിൽ പറയുന്നത് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് എന്നാണ്. അത് 3 തരമുണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് മെഷീൻ വഴി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റുന്നത്. രണ്ടാമത്തെ പെരിട്ടോണിയൽ ഡയാലിസിസ്. പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള പെരിട്ടോണിയൽ മെംബ്രെയിൻ ഉപയോഗിച്ച് തന്നെ കുറേ കൂടെ ഫിസിയോളജിക്കലായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തെടുക്കുന്നതിനെയാണ് പെരിട്ടോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തതാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 ഹീമോഡയാലിസിസും പെരിട്ടോണിയൽ ഡയാലിസിസും നമുക്ക് രോഗിയെ കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതല്ലാതെ നമ്മുടെ ഈ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് അത് വരുന്നില്ല. നമുക്കിതിൻ്റെ ക്യൂർ എന്ന് പറയുന്നത് തന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു രോഗാവസ്ഥയുടെ ക്യൂർ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ തന്നെ നമ്മൾ പല ഘടകങ്ങളും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പേഷ്യൻ്റ് ഹീമോഡയാലിസിസിൽ പോകുന്നതാണോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റീനൽ ട്രാൻസ്പ്ലാന്റിലോട്ട് പോകണം എന്ന് നമ്മൾ രോഗിയോട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരോട് ഉപദേശിക്കുന്നത്. ആ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻസ് എല്ലാം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമുക്കെപ്പോഴും റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് നമ്മുടെ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നുള്ള സ്റ്റേജ് 5, അതായത് എൻ സ്റ്റേജ് റീനൽ ഡിസീസിൻ്റെ ഒരു
ക്യൂർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. ഓക്കെ ഡോക്ടർ, ഒരു സ്റ്റേജ് 5 നിൽക്കുന്ന ഒരു പേഷ്യൻറ്റ്, അദ്ദേഹത്തിന് ഇനി ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഓപ്ഷൻ എന്ന് ഒരു ഡോക്ടർ തീരുമാനിക്കുന്നു, അവരോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആർക്കെങ്കിലും ഒക്കെ പോയിട്ട് ഇത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് വില്ലിങ്ങും ആയിരിക്കില്ല. അപ്പോൾ ആരാണ് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ യോഗ്യരായ ഒരു ഹ്യൂമൻ ബീയിങ്? എന്താണ് അതിനുള്ളൊരു ക്രൈറ്റീരിയ? നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പേഷ്യൻ്റ് സ്റ്റേജ് 5 ക്രോണിക് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്ന് നമ്മൾ ആദ്യം തൽക്കാലത്തേക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ രോഗിക്ക് ആരെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. അത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും നല്ലത് ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ബന്ധുക്കളിൽ നിന്നാണ്. അതായത് അച്ഛനമ്മ, സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ, ഇവരിൽ നിന്നായിരിക്കും നമ്മൾ ആദ്യത്തെ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വയ്ക്കാൻ പോകുന്ന കിഡ്നിയുടെ ഫങ്ഷൻ കുറേ നാളെ കൂടെ ബെറ്റർ ആയിരിക്കും. ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ റിജക്ഷൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ കിഡ്നി സ്വീകരിച്ചാൽ നമുക്ക് അത് കുറേ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. കോംപ്ലിക്കേഷൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് തന്നെ നമുക്ക് കിഡ്നി ആരെങ്കിലും കൊടുക്കാൻ സന്നദ്ധരാണോ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. പക്ഷേ ഈ ഇടക്കാലത്ത് നല്ല കുറച്ച് വർഷങ്ങളായിട്ട് അടുത്ത ബന്ധുക്കളാണ്, പക്ഷേ വേറെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അവർക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ABO ഇൻകോമ്പാറ്റബിൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നതിൽ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസ് കൂടുതലായിരിക്കും, റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു ABO കോമ്പാറ്റബിൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഡോക്ടർ, ഒരേ രക്തഗ്രൂപ്പുള്ള അടുത്ത ബന്ധുവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴും മനുഷ്യർക്കൊരു ആശങ്കയുണ്ടാവും, ഒരു കിഡ്നിയുമായി ജീവിക്കുന്നത് ഹെൽത്തിയാണോ, എനിക്കത് പ്രശ്നം ഉണ്ടാവില്ലേ, അങ്ങനെ പല ആശങ്കകളുണ്ടാവും. ഒരു കോമൺ മാന് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഒരു കിഡ്നിയുമായി ജീവിക്കുന്നത് ആരോഗ്യകരമാണോ? നമുക്ക് ഒരു കിഡ്നിയുമായിട്ട് ജീവിക്കുന്ന ആരോഗ്യകരമാണ്. പലപ്പോഴും പല ആൾക്കാരിലും ജന്മനാ തന്നെ ഒരു കിഡ്നി മാത്രമേ ഫങ്ഷനിങ് ആയിട്ടുണ്ടാവുകയുള്ളൂ. ഒരുപാട് ആൾക്കാരിലുണ്ട്. അപ്പോൾ ഇവർ തിരിച്ചറിയുന്നത് തന്നെ വളരെ പ്രായം കൂടിയതിന് ശേഷം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുമ്പോഴോ വല്ലതായിരിക്കും ഒരു കിഡ്നിക്ക് ചുരുക്കം, അല്ലെങ്കിൽ അതിന് പ്രവർത്തനമില്ല, അല്ലെങ്കിൽ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരൊറ്റ കിഡ്നി കൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ച് പോകുന്നത് എന്നുള്ളത് അവരപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. അതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു കിഡ്നിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ആർക്കൊക്കെ നമുക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സ്റ്റേജ് 5 ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻ്റ് വരുമ്പോഴുള്ള ആദ്യത്തെ ഒരു ചോദ്യം ബന്ധുക്കൾ ചോദിക്കും, ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറയുന്നത് ബന്ധുക്കൾ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്, ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ. പിന്നെ ഇതിൽ ഈ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് തന്നെ നമ്മൾ നോക്കും, ആർക്കെങ്കിലും ഇതിനു മുമ്പ് കിഡ്നിയുടെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കാറാണ് ആദ്യം ചെയ്യാറ്. പിന്നെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് അതേ പേഷ്യന് നമുക്ക് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഭൂരിഭാഗം അവസരങ്ങളിൽ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ നമ്മളൊരു കിഡ്നി ഡോണറായിട്ട് കണക്കാക്കും. പക്ഷെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്ത ചുരുക്കം ചില അവസരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം അച്ഛനമ്മ ആരെങ്കിലുമാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവർക്ക് ചിലപ്പം പ്രഷറോ അങ്ങനെ വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പ്രഷർ കൺട്രോൾഡ് ആണോ, നമ്മൾ എത്ര മരുന്നുകൾ കഴിക്കുന്നുണ്ട്, വളരെ കൂടുതൽ രണ്ടോ അതിൽ കൂടുതലോ മരുന്നിന് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ അല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളൊരിക്കലും അദ്ദേഹത്തെ നമ്മൾ ഒരു കിഡ്നി ഡോണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. മാക്സിമം അത് ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് നോക്കുന്നത്. പിന്നെ കുടുംബപരമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. അതായത് കിഡ്നിയിലേക്ക് മാറി പോകുന്ന ഒരുപാട് കുടുംബപരമായിട്ട് ജനറേഷൻസ് വഴി കിട്ടുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അത്തരം അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരാളെ ഇദ്ദേഹത്തിന് കിഡ്നി അല്ലെങ്കിൽ ഇവർക്ക് കിഡ്നി കൊടുക്കാൻ
ഇവർ ഓക്കെ ആണ് എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതും കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സീരീസ് ഓഫ് ടെസ്റ്റുകളുണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മൾ എപ്പോഴും ഈ കിഡ്നി ഡൊണേഷന് വേണ്ടി പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തുന്നത്, നമ്മൾ ആസ് നെഫ്രോളജിസ്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് കിഡ്നി കൊടുക്കുന്ന ആൾക്ക് പിൽക്കാലത്ത് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ്. നമുക്ക് കിഡ്നി ഓൾറെഡി ആ രോഗിക്ക് അസുഖം പൂർണ്ണമായി ഭേദമാകുകയോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും മുകളിലായിട്ട് കിഡ്നി കൊടുക്കുന്ന ആൾക്ക് ഭാവിയിൽ ഒരു കിഡ്നി ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് അനവധി ടെസ്റ്റുകൾ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ടെസ്റ്റുകളിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഡോണേഴ്സ്, കിഡ്നി ഡോണേഴ്സിന്, ലിവിങ് കിഡ്നി ഡോണേഴ്സിന് പിൽക്കാലത്ത് നമുക്ക് കിഡ്നി ഡിസീസ് വരാനുള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് സാധ്യത വളരെ 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 കുറവാണ്. അതുകൂടാതെ തന്നെ ഈ കിഡ്നി കൊടുക്കുന്ന ആൾക്കാർ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഒരു 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, BP നോക്കണം. അത് കഴിഞ്ഞാൽ ഓരോ 6 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, BP ചെയ്ത് BP എന്നൊക്കെ നോക്കി നെഫ്രോളജിസ്റ്റിനെ എന്തായാലും ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇത് പറയുമ്പോഴും ഒരു ചോദ്യം മനസ്സിലേക്ക് വരുന്നത്, ഞാനൊരു കിഡ്നി ഡോണർ ആണെങ്കിൽ എനിക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കേണ്ടി വരുമോ? കിഡ്നി ഡോണർക്ക് ഒരിക്കലും മെഡിക്കേഷൻ എടുക്കേണ്ടി വരില്ല, ഒരിക്കലും മെഡിക്കേഷൻ എടുക്കേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ കിഡ്നി കൊടുക്കുന്നു, പിൽക്കാലത്ത് ചിലപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല, പിൽക്കാലത്ത് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പ്രഷറോ നമ്മുടെ സാധാരണ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഗുളിക കഴിക്കുക എന്നുള്ളതല്ലാതെ കിഡ്നിക്കായിട്ട് ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാൻ കിഡ്നി ഡൊണേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തെയോ പ്രത്യേകിച്ച് ഒരു മെഡിക്കേഷൻ്റെയോ ഒന്നും ഞാൻ പോകേണ്ടി വരില്ല. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ, അടുത്തൊരു കാര്യം ചോദിക്കാനുള്ള, നമ്മൾ കേട്ടിട്ടുണ്ട് ലിവിങ് ഡോണറുണ്ട്, ഡിസീസ്ഡ് ഡോണറുണ്ട്. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണുന്നത് മരണപ്പെടുന്നു, അവയവം ദാനം ചെയ്യുന്നു, അത്ര സമയത്തിനുള്ളിൽ അത് എടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ജീവിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് കിഡ്നി നമ്മൾ സ്വീകരിക്കുന്നതും മരിച്ചുപോയ ഒരാളിൽ നിന്ന് കിഡ്നി സ്വീകരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കിഡ്നി ഡൊണേഷനെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഡിസീസ്ഡ് ഡോണർ റീനൽ ട്രാൻസ്പ്ലാന്റേഷനും. ഇതിലാദ്യം ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡോണർക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും, 1. 2, ഈ ഡോണറും റെസിപ്പിയൻറ്റും, അതായത് കിഡ്നി കൊടുക്കുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളുടെയും കോമ്പാറ്റബിലിറ്റിയും ബാക്കി കാര്യങ്ങളുമൊക്കെ വളരെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എല്ലാം നമുക്ക് ആലോചിച്ച് എലക്റ്റീവായിട്ട് നമുക്കത് ചെയ്താൽ മതി. അതായത് ആ കിഡ്നിയുടെ റിജക്ഷൻ ചാൻസ് വളരെ 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 കുറവാക്കി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. രണ്ടാമത്തത്, നമ്മൾ ഈ ഡിസീസ്ഡ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പരിഗണിക്കുന്നത് പലപ്പോഴും ഒരു രോഗിക്ക് അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് ആർക്കും ഒരു സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല, അല്ലെങ്കിൽ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഭൂരിഭാഗം പേഷ്യൻസിലും ഡിസീസ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ഡിസീസ്ഡ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കിഡ്നി കൊടുക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഞാൻ ആദ്യം പറയാം. ഒരാൾ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ആണ് ഭൂരിഭാഗം സമയങ്ങൾ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഭൂരിഭാഗം നടക്കുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന കിഡ്നി ഡൊണേഷൻ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻസ് ആണ്. പല രാജ്യങ്ങളിലും ഡിസീസ് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് ഈ ബ്രെയിൻ ഡെത്തിനേക്കാളും റിപ്പോർട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് ഒരു ചെറിയ പടിക്ക് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് ആദ്യം പറയാം. പലപ്പോഴും ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്ട്രോക്ക് വഴിയോ ബ്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ബ്രെയിൻ സ്റ്റെം അവിടെ നമുക്ക് ക്ഷതം സംഭവിക്കുമ്പോഴോ നമുക്ക് ഇനിയിപ്പോൾ ആ രോഗിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, വെന്റിലേറ്ററിന് സഹായമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, സ്വന്തമായി ശ്വാസം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു സാധ്യത വരുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന്
നമ്മൾ ചിന്തിക്കുന്നത്. ഈ ബ്രെയിൻ ഡെത്ത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മൾ ആപ്നിയ ടെസ്റ്റ്, ബാക്കി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം ABG, അതായത് ശരീരത്തിലെ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ആപ്നിയ ടെസ്റ്റ് ചെയ്യും. ആപ്നിയ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ അതിനൊരു വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എല്ലാം ചെയ്ത്, ഈ ആപ്നിയ ടെസ്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു? ആപ്നിയ ടെസ്റ്റ് എന്ന് പറയുന്നത് രോഗിക്ക് വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ സ്വന്തമായി ശ്വസിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളൊരവസ്ഥ. അതിൽ ശ്വസിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ആപ്നിയ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവായിട്ടും ആണെങ്കിൽ മാത്രമേ നമ്മൾ ബ്രെയിൻ ഡെത്തിൻ്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ. ഈ ആപ്നിയ ടെസ്റ്റ് തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു അനാലിസിസ്. അത് ചെയ്തതിന് ശേഷം 6 മണിക്കൂറിന് ശേഷം ഈ ആപ്നിയ ടെസ്റ്റ് വീണ്ടും നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. ഈ 2 തവണ ഈ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആയാൽ മാത്രമേ നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ കാര്യങ്ങൾ മരണപ്പെടുന്ന ആളുടെ ബന്ധുക്കളോട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. പലരും അതിയായ സങ്കടവും ഗ്രീഫും അതിനോടുള്ള റിയാക്ഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ, നിങ്ങൾക്കിത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളാണ്, എനിക്കിത് ജീവിച്ചിരിക്കുന്ന എൻ്റെ മകനാണ് എന്നുള്ള ഡയലോഗ്. എല്ലാവരും അത് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അത് സാധാരണമാണ്. ഇമോഷൻസാണ്. വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മളെ വിട്ടു പോകുന്നതിൻ്റെ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമോഷനിലൂടെയാണ് കൂടെയുള്ള ആൾക്കാർ നമുക്ക്. കാരണം ഇത് കൺവേ ചെയ്യണം, അതായത് ബ്രെയിൻ ഡെത്താണ്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൺവേ ചെയ്യുന്നത് തന്നെ ഒരു ഡോക്ടർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലും ഇമോഷൻ വൈസ് ആ കൂടെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് വേണം നമ്മൾ അത് കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ ആ രോഗിക്ക്, അതായത് ആ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച രോഗിക്ക് ഇനി മുന്നോട്ട് ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ ബ്രെയിൻ ഡെത്തിനെ കുറിച്ചും അത് കഴിഞ്ഞ് ഓർഗൻ ഡൊണേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറയൂ. ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ ആദ്യം അവരുടെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഓപ്ഷൻസും ഓർഗൻ ഡൊണേഷൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊരുപാട് ആൾക്കാർ, ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ, ആ 10 മാസം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വരെ അവരുടെ സ്വന്തം സങ്കടത്തിൻ്റെ ഒരു പടി മേലെ നിന്ന് ആലോചിച്ചത് കൊണ്ടാണ്, അത് ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ആ ഒരു പ്രൊസീജിയറിലോട്ട് അവർക്ക് പോകാൻ പറ്റിയത്. അതുപോലെ തന്നെ ഈ ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്ന പല ആൾക്കാരുടെയും ബന്ധുക്കൾ, അതായത് സ്വന്തം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ബാക്കിയുള്ള സഹജീവികളോടുള്ള സ്നേഹം ഒരു പടി മുകളിൽ കയറി വരുമ്പോഴാണ് ഈ ഒരു ചിന്ത അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കാലാകാലങ്ങളായി ചിന്തിച്ചും കൊണ്ട് മാത്രമാണ് നമ്മുടെ ലോകം ഇപ്പം ഇങ്ങനെ നിലനിൽക്കുന്നതെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഞാൻ മാത്രം, അല്ലെങ്കിൽ എൻ്റേത് മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു പടി മുകളിലായിട്ട് സഹജീവികൾ എന്നുള്ളൊരു കൺസിഡറേഷനും അവരെക്കുറിച്ചുള്ള സങ്കടങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലിലുള്ള ഒരാൾക്കാരാണ് നമ്മളെപ്പോഴും ഈ ഓർഗൻ ഡൊണേഷൻ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ മഹത്തരമായിട്ടുള്ളൊരു ത്യാഗം അല്ലെങ്കിൽ ഒരു ചിന്ത വേറൊന്നും നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ കണ്ടിട്ടില്ല, വേറൊന്നും കണ്ടിട്ടില്ല. രോഗികളുണ്ടാകാറുണ്ട്, അവരുടെ കഷ്ടപ്പാടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത ബന്ധു, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മകളുടെ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ, എൻ്റെ സഹോദരൻ്റെ എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ചിന്തിച്ച് ഇവനിലൂടെ അല്ലെങ്കിൽ ഇവളിലൂടെ പലരും ജീവിക്കാൻ ഇനിയുമുണ്ട് എന്നുള്ളൊരു തോട്ട് മെഡിക്കൽ ഫീൽഡിൽ ഞാനിതുവരെ, അതിന് മുകളിലൊരു തോട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മഹത്വവും അത് തന്നെയാണ്. 1. രണ്ടാമത്തത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ
ഈ കേരളത്തിൽ തന്നെ ഓർഗൻസിന് വേണ്ടി, അതായത് എൻഡ് ഓർഗൻ ഡാമേജ് കാരണം ഓർഗൻസിന് വേണ്ടി കാത്തു നിന്ന് മരണപ്പെട്ടു പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം ഇതിലൊരു 30% ആൾക്കാർ മരണപ്പെടും. ആദ്യത്തെ ഒരു 5 വർഷത്തിനുള്ളിൽ ഇതിൽ ഏകദേശം 60% ആൾക്കാർ, 60 തൊട്ട് 70% ആൾക്കാർ മരണപ്പെടും. പക്ഷേ ഇവരെല്ലാം ട്രാൻസ്പ്ലാന്റിലോട്ട് പോവുകയാണെങ്കിൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സർവൈവൽ ഇസ് അറൗണ്ട് 90-95%. അതായത് 90 തൊട്ട് 95% ആൾക്കാരും ജീവനോടെ ഉണ്ടാകും. ഇതിൽ തന്നെ കിഡ്നി സർവൈവൽ, അതായത് ഗ്രാഫ്റ്റ് സർവൈവൽ, വച്ച കിഡ്നി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും ഏകദേശം 90%. ഒരു വർഷത്തിനുള്ളിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ 90% ആൾക്കാർക്കും ആ കിഡ്നി നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യും. 95% ആൾക്കാരും ജീവനോടെ ഉണ്ടാകും. 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും ജീവനോടെ ഉണ്ടാകുന്നവരുടെ റേറ്റ് ഇസ് അറൗണ്ട് 85-90%. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് ഗ്രാഫ്റ്റ് സർവൈവൽ ഇസ് അറൗണ്ട് 80%. അപ്പോൾ ഇത് വി ഹാവ് ടു കമ്പയർ ദിസ് വിത്ത് നമ്മുടെ ഹീമോഡയാലിസിസിൻ്റെത്. 5 വർഷം കഴിഞ്ഞാൽ വെറും 30-35% മാത്രം ആൾക്കാർ മാത്രമേ ജീവനോടെ ഉണ്ടാവുള്ളൂ. ഈ ഫസ്റ്റ് ഇയർ ടു ആദ്യത്തെ 5 വർഷത്തിനുള്ള റിജക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇസ് അറൗണ്ട് 10-15. റിജക്ഷൻ എന്ന് വെച്ചാൽ ബോഡി വച്ച അവയവത്തിനെ റിജക്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി കിഡ്നിക്കെതിരെ റിജക്ഷൻ വരുന്നു. ഈ റിജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്നത് കിഡ്നി ഓക്കെ ഇനി ഉപയോഗമില്ല, അടുത്ത ഡയാലിസിസ്. അങ്ങനെയല്ല. പലപ്പോഴും നമുക്ക് ഈ അക്യൂട്ട് റിജക്ഷൻസിനെ നമുക്ക് പല മരുന്നുകളിൽ കൂടെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈ സർവൈവൽ റേറ്റ്, അതായത് ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഈ ഗ്രാഫ്റ്റ് സർവൈവൽ ഫങ്ഷനിങ് ആയിട്ടുള്ള കിഡ്നി ഉള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് ഏകദേശം 90%-ത്തിനടുത്ത് ആ ഒരു കണക്ക് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇപ്പോഴുള്ള മരുന്നുകളുടെയും അതിൻ്റെ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും പുരോഗതി കൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റ് കഴിയുന്ന ആൾക്കാർക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ കിഡ്നി റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇമ്മ്യൂണോ സപ്രഷൻസ് കൊടുക്കും. അതായത് രോഗപ്രതിരോധ ശേഷി നമ്മൾ മരുന്ന് കൊടുത്ത് കുറച്ച് വയ്ക്കും. ഡോക്ടർ ഈ പറഞ്ഞ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ടയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഉറപ്പാക്കുന്നത് പെട്ടെന്ന് അങ്ങ് വന്നിട്ട് ഡോക്ടർ ഇയാൾ ബ്രെയിൻ ഡെത്താണെന്ന് പറയുകയല്ല. അത്രമേൽ കാത്തിരുന്ന് അത്രയും ടെസ്റ്റുകൾ ചെയ്ത് ഇനി ഇദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള അവസാന സാധ്യതയും ഒഴിവാക്കിയിട്ടാണ് അത് തീരുമാനമെടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പലവട്ടം ആലോചിക്കും. ഒരുപാട് അത് ഒറ്റ ഡോക്ടറിൻ്റെയോ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒരു കൺസൾട്ടേഷൻ അല്ല, അതൊരു തീരുമാനമല്ല. നമ്മൾ ആ ഹോസ്പിറ്റലിലുള്ള ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ പുറമേയുള്ള ഹോസ്പിറ്റലിലുള്ള ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻസ്, ഇവരുടെ ഒരു ടീമുണ്ട്. ഈ ടീം എല്ലാവരും കൂടെ ചേർന്നാണ് നമുക്ക് ഇനി ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും അതിൻ്റെ പേപ്പേഴ്സും ബാക്കി ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വലിയ അറിവാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, പെട്ടെന്ന് ചെയ്യുന്നു, അത്ര ക്യുക്കല്ല കാര്യങ്ങൾ, അത്രയും ആലോചിച്ചെടുക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഇനി ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ എസ് എ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, ഡോക്ടർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തുന്നൊരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കട്ടെ, പലർക്കും സംശയം ഉണ്ടാവും അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കിഡ്നി വെച്ചിട്ട് തന്നെ മറ്റൊന്ന് ഘടിപ്പിക്കുകയാണോ, ഇതെടുത്ത് മാറ്റിയിട്ടാണോ മറ്റൊന്ന് ഘടിപ്പിക്കുന്നത്, ഇത് എത്ര സമയം കൊണ്ട് പ്രവർത്തിച്ച് തുടങ്ങും, അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ടാവും. എന്താണ് ആ പ്രക്രിയ? നമുക്ക് ഇതിപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ക്രോസ് മാച്ചും എല്ലാം കഴിഞ്ഞതിന് ശേഷം, ക്രോസ് മാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടുക്കുന്ന കിഡ്നിയും നമ്മുടെ രോഗിയുടെ ശാരീരിക അവസ്ഥയും തമ്മിൽ മാച്ചാകും. അതായത് ഇത് റിജക്ഷൻ എത്രത്തോളം വരും ഇല്ല എന്നുള്ളത് അറിയുന്നതാണ്. അപ്പോൾ അതെല്ലാം ആ ടെസ്റ്റ് എല്ലാം നമുക്ക് ഓക്കെ, നമുക്ക് ഇനി മുതൽ അടുത്ത സ്റ്റെപ്പ് നേരെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിലേക്ക് പോകാം എന്ന് ഉറപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കിഡ്നി ഡോണറിൽ നിന്ന് ഒരു കിഡ്നി എടുക്കും. ഞാനിപ്പോൾ പറയുന്നത് ലിവിങ് കിഡ്നി ഡൊണേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കിഡ്നി എടുത്തതിന് ശേഷം നമ്മുടെ കിഡ്നി പേഷ്യൻ്റ് വലതുവശത്ത് ഉള്ള ഭാഗത്ത് നമ്മൾ വയറിനുള്ളിൽ രക്തക്കുഴലുകളോട് ചേർത്ത് ഘടിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ഈ രക്തക്കുഴൽ ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യും, വെയിനും തമ്മിൽ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിഡ്നിയിൽ നിന്ന് യൂറിൻ വരുന്ന യൂറിറ്റർ എന്ന ഭാഗത്തെ നമ്മുടെ പേഷ്യൻ്റെ ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. ഇതാണ് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്നുള്ള ആക്ച്വൽ പ്രോസസ്സ്. ഇതിൽ ഭൂരിഭാഗം അവസ്ഥകളിൽ നമുക്ക് ഇതിനു മുമ്പ് പേഷ്യൻ്റെ കിഡ്നി എടുത്ത് ഓൾറെഡി ആ ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻ്റെ കിഡ്നി എടുത്ത് മാറ്റേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ചുരുക്കം ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ കിഡ്നിയുടെ വലിപ്പം വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതലെന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു നമ്മുടെ അബ്ഡമൻ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പുതിയ കിഡ്നി വയ്ക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓൾറെഡി ഉള്ള കിഡ്നി നമ്മൾ ഒരെണ്ണം നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ അതിന് മുമ്പ് ചെയ്യുള്ളൂ. ബാക്കി പിന്നെ വേറൊന്ന്, നമുക്ക് ഓൾറെഡി ഉള്ള കിഡ്നിയിൽ നിന്ന് വീണ്ടും ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പഴുപ്പ് മാറാതെ അത് വീണ്ടും അവിടെ നിന്ന് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഓൾറെഡി ഉള്ള കിഡ്നി നമ്മളെടുത്ത് മാറ്റൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഓൾറെഡി ഉള്ള കിഡ്നി അവിടെ വെച്ചിട്ട് റൈറ്റ് ഇലിയാക് ഫോസ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ലെഫ്റ്റ് ഇലിയാക് ഫോസ ആ ഭാഗത്തോട്ട് വയറ്റിനുള്ളിലോട്ട് നമ്മൾ ഘടിപ്പിച്ച് വെക്കാറാണ് പതിവ്. ഇത് എത്ര സമയം കൊണ്ടാണ് പുതിയ കിഡ്നി ആളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്? ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലോട്ട് ഒഴുകുന്ന രക്തക്കുഴലിന് ഇലിയാക് ആർട്ടറീസ്, ഇന്റേണൽ ഇലിയാക്ക്, എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറീസ്. മോസ്റ്റ്ലി നമ്മൾ ഇന്റേണൽ ഇലിയാക് ആർട്ടറിയിലായിരിക്കും ചിലപ്പം ഘടിപ്പിക്കുന്നത്. ആദ്യം ഈ ആർട്ടറീസ് എല്ലാം ക്ലാമ്പ് ചെയ്ത്, ആർട്ടറിയും വെയിനും ക്ലാമ്പ് ചെയ്ത് പുതിയ കിഡ്നി എടുത്ത് നമ്മുടെ രോഗിയുടെ ശരീരത്തിലോട്ട് വയ്ക്കും. വച്ച് തുന്നി ചേർത്തതിന് ശേഷം ആയിരിക്കും ഈ ക്ലാമ്പ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പോഴും സർജറി കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ക്ലാമ്പ് റിലീസ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ അതിൽ നിന്ന് മൂത്രം വരാൻ തുടങ്ങും. ആ കിഡ്നി നമ്മൾ ആദ്യത്തെ ഒരു ഡൊണേറ്റ് ചെയ്ത കിഡ്നി ആ ഡോണറിൽ നിന്ന് എടുത്ത് പെർഫ്യൂസ് ചെയ്യും. നമ്മൾ ഒരു മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഐസിനകത്ത് വെച്ച് നമ്മൾ പെർഫ്യൂസ് ചെയ്യും. അതിനകത്തുള്ള രക്തമെല്ലാം ഒഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്ത് പേഷ്യൻറ്റിലോട്ട് ഘടിപ്പിച്ച് ഇതെല്ലാം തുന്നിച്ചേർത്തതിന് ശേഷം, അതായത് യുറീറ്റർ തുന്നിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാമ്പ് റിലീസ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ കിഡ്നി വീണ്ടും ചുവന്ന് വരികയും അതിൽ നിന്ന് ആ യുറീറ്ററിൽ നിന്ന് മൂത്രം അപ്പം തന്നെ വരും. ഭൂരിഭാഗം കേസുകളിൽ അപ്പം തന്നെ വരും. ചുരുക്കം ചില കേസുകളിൽ മൂത്രം വരാൻ കാലതാമസം ഉണ്ടാകാറുണ്ട്, ഇല്ല എന്നല്ല. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എന്തുകൊണ്ട് മൂത്രം വരുന്നില്ല, എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് നോക്കിയിട്ട് അതിന് ആ സമയത്ത് ഇൻട്രാ ഓപ്പറേറ്റീവ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇത് വീണ്ടും സർജറി പൂർത്തിയാക്കിയതിന് ശേഷം 1-2 സെഷൻ ഡയാലിസിസും കൂടെ എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്തതിന് ശേഷം ഒരു 2-3 ദിവസങ്ങളിലെല്ലാം നമുക്ക് യൂഷ്വലി മൂത്രം നല്ല രീതിയിൽ വരും. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും നമുക്ക് ഈ ആർട്ടറി ആൻഡ് വീനസ് ക്ലാമ്പ് റിലീസ് ചെയ്യുന്ന ആ സമയം തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ യൂറിൻ വരും. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിലാണ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കാലതാമസം വരും. സ്ലോ ഗ്രാഫ്റ്റ് ഫങ്ഷൻ, ആ സ്ലോ ഗ്രാഫ്റ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാഫ്റ്റ് ഫങ്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളെടുത്ത് മാത്രമേ നമുക്ക് ആ യൂറിൻ വരുള്ളൂ. കാരണം ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഈ സർജറിയുടെ ഭാഗമോ അല്ലെങ്കിൽ ഈ കിഡ്നി എടുത്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ കിഡ്നിക്ക് വരാം. അതൊക്കെ റിവേഴ്സിബിളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചിലപ്പം മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇത് ചുരുക്കം ചില കേസുകളിൽ സംഭവിക്കുന്നതാണ്. ഒരു മേ ബി അറൗണ്ട് 10-20% ഇതേപോലുള്ള സ്ലോ ഗ്രാഫ്റ്റ് ഫങ്ഷനൊക്കെ വരുന്നത്. അല്ലാതെ ഭൂരിഭാഗം കേസുകളിലും ഇത് നല്ല രീതിയിൽ തന്നെ വരുന്നതാണ്. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരാൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ളത്, ഇത് കഴിയുമ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും, ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവനായിട്ട് അങ്ങ് നിയന്ത്രിക്കേണ്ടി വരുമോ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മതിയാകുമോ, ലൈഫ് ലോങ് മെഡിക്കേഷൻ ആവശ്യമായി വരുമോ? ഇത്തരം സംശയങ്ങൾക്ക് എന്താണ് മറുപടി? ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ
പാലിക്കേണ്ട ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ നിയന്ത്രണങ്ങൾ വെച്ചിട്ട് നമ്മുടെ രോഗാവസ്ഥ മാറുന്നില്ല. അതെ, അതുപോലെ തന്നെ പക്ഷേ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ വേറൊരു സെറ്റ് നിയന്ത്രണങ്ങൾ വരും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ 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 ഇമ്പ്രൂവ് ആകും. ഇതിൽ ഒരുപാട് ആൾക്കാർ, നമ്മളിപ്പോൾ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും പലരും റീനൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ പിന്നെ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ അവർ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ മരുന്നൊക്കെ കഴിച്ച് വീണ്ടും അവർ നോർമലായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഭൂരിഭാഗം ആൾക്കാർക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, മരുന്നുകൾ ഒരു നേരം പോലും മുടക്കാൻ പാടില്ല. ഒരു നേരം പോലും, ഞാനത് വീണ്ടും പറയുന്നു, ഒരു നേരം പോലും മുടക്കാൻ പാടില്ല. ഒന്ന്, ഇൻഫെക്ഷൻസ് വരാതെ നമ്മൾ ഇൻഫെക്ഷൻസ് വരാതെ നോക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഭക്ഷണം കുറേ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, വെള്ളം കുറച്ചും കൂടെയൊക്കെ കുടിക്കാൻ പറ്റും. പക്ഷേ എന്നും പറഞ്ഞ് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാഹചര്യവും ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ഭക്ഷണവും കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻസ് വരാത്ത ഒരു സാഹചര്യമോ കാര്യങ്ങളോ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ ഇമ്മ്യൂണോസപ്രസ്ഡ് ആണ്. അതായത് രോഗപ്രതിരോധ ശേഷി കുറച്ച് വെച്ചത് കൊണ്ടാണ്, ഈ പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കൊടുത്തിട്ടാണ് ഈ കിഡ്നി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഒന്ന്, ജീവനാപത്ത് വരുന്ന രീതിയിൽ തന്നെ ഇൻഫെക്ഷൻ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓരോ ഇൻഫെക്ഷൻ വന്ന് റിക്കവർ ആകുന്ന സമയത്ത് കിഡ്നിക്ക് ചെറിയ ചെറിയ റിജക്ഷൻസും ബാക്കി കാര്യങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഒരു നിയന്ത്രണങ്ങളുണ്ട്. അത് എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ നല്ല രീതിയിൽ നമ്മൾ നിയന്ത്രിച്ച് ഡിസ്ചാർജായി ആദ്യത്തെ ഒരു 3 മാസം ചില അവസരങ്ങളിൽ ഓരോ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എല്ലാ ആഴ്ചയും വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കി മുന്നോട്ട് പോകാറാണ് പതിവ്. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ മാസത്തിലൊരിക്കലാണ്. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിയിൽ അറിയില്ല, അതൊരു ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെറ്റ് ഓഫ് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പക്ഷേ ടോട്ടലി പുതിയ ലൈഫായിരിക്കും. നിങ്ങൾക്ക് ആ ഡയാലിസിസ് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും മാറി നമുക്ക് ജോലി ചെയ്യാം, ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആയിരിക്കും, ഫാമിലിയോടൊപ്പം നല്ല സമയം പങ്കിടാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാവും. ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ്, എത്ര വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്നും പുതിയൊരു ജീവിതം കിട്ടുകയാണ്. അപ്പോൾ ആ ജീവിതത്തിന് തന്നെ വലിയൊരു വിലയുണ്ട്, ഒരു അഡീഷണൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ചെറിയ നിയന്ത്രണങ്ങളിൽ ഇൻഫെക്റ്റഡ് ആവാണ്ട് നിങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ് കമ്പയർഡ് ടു. അതെ, അത് ആക്ച്വലി അതിന് വേറൊരു ചെറിയ രീതിയിലും കൂടെ പറയാം. നമുക്ക് പുതിയൊരു ജീവൻ കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. അതിനെ നമ്മൾ കാത്തു പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ വേറൊരു ചെറിയ കാര്യമുണ്ട്, അതായത് മറ്റൊരാളുടെ ജീവൻ്റെ ഒരു പങ്കാണ് നമുക്ക് തന്നത്. നമ്മൾ അതിനെ കൂടെ ഒന്ന് വാല്യൂ ചെയ്യണം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഇതിനേക്കാളും ഉപരിയായിട്ട് സഹജീവികളോടുള്ള ചിന്തയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാളുടെ ജീവിതത്തിൻ്റെ വലിയ പങ്കാണ് നമുക്ക് തന്നത്. ചില ഡിസീസ്ഡ് ഡോണറിലാണെങ്കിൽ അവരുടെ ജീവനാണ് നമുക്ക് തന്നത്. അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. ഡോക്ടർ, അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഒരു കിഡ്നി രോഗം ഉണ്ടായിരുന്നു, അതിന് പ്രതിവിധിയായിട്ടാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തി കഴിഞ്ഞത്. ഇനി എനിക്ക് ആ പഴയ രോഗം തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, അതോ ശാശ്വതമായ എൻ്റെ രോഗം മാറിക്കഴിഞ്ഞോ? ഈ ഒരു സംശയം ഉണ്ടാവും. അതിനെന്താണ് മറുപടി? ഇതിൽ അത് ഡിപ്പെൻസ് ഓൺ നമുക്ക് നമ്മുടെ ആദ്യത്തെ കിഡ്നിയുടെ അസുഖം എന്ത് രോഗത്താൽ വന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് അസുഖം വീണ്ടും വരാനോ അല്ലെങ്കിൽ ആ അസുഖം വീണ്ടും വന്നതുകൊണ്ട് നമുക്ക് കിഡ്നി ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പല അവസരങ്ങളിലും ട്രാൻസ്പ്ലാന്റ് കിഡ്നി അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് കിഡ്നിയിലേക്ക് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് എല്ലായ്പ്പോഴും വരണമെന്നല്ല, വളരെ കുറച്ച് ശതമാനത്തിൽ മാത്രം വരാൻ സാധ്യതയുണ്ട്. മേ ബി അത് ഡിപ്പെൻസ് ഓൺ എന്ത് അസുഖമാണ്, ആ നേറ്റീവ് കിഡ്നി ഡിസീസ് എന്തായിരുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് വരുമോ വരില്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നു. പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു ക്ലോസ് ഫോളോ അപ്പിലാണ്. അതായത് അടിക്കടി ഡോക്ടറെ കാണുന്ന
ഒരു പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ രോഗങ്ങളുടെ ഏർലി ഡിറ്റക്ഷൻ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കും. ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ ഉണ്ടായിരുന്ന അസുഖം എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചില അസുഖങ്ങൾ ഫോർ എക്സാമ്പിൾ ടിപ്പിക്കൽ HUS, അതായത് ഹീമോളിറ്റിക് യൂറീമിക് സിൻഡ്രോം കാരണം അല്ലെങ്കിൽ TMA കാരണം വന്നുള്ളൊരു അസുഖമാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയും, ഗ്രാഫ്റ്റ് ലോസ്, അതായത് ആ കിഡ്നിയുടെ ഫങ്ഷൻ പൂർണ്ണമായി പോകാനുള്ള സാധ്യത, കിഡ്നി ഫങ്ഷനിൽ വച്ച കിഡ്നിയുടെ ഫങ്ഷനും പൂർണ്ണമായി ഇല്ലാതാകാനുമുള്ള സാധ്യതയുള്ള വളരെ വലിയ അസുഖം. അത്തരം പേഷ്യൻസിന് നമ്മളൊരിക്കലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു ലൈവ് ട്രാൻസ്പ്ലാന്റേഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. ടിപ്പിക്കൽ HUS എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് ഇസ് അറൗണ്ട് 80 to 90% ആണ് ഗ്രാഫ്റ്റ് ലോസിനുള്ള സാധ്യത. അപ്പോൾ അത്തരം പേഷ്യൻസിന് ഒരിക്കലും ലൈവ് ഡൊണേഷൻ നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആ ഡോണറെ സെലക്ട് ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേഷ്യൻ്റ് ഇപ്പോൾ കുടുംബത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ, ഓട്ടോസോമൽ കിഡ്നി ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ആൽപോർട്ട് സിൻഡ്രോം ഉണ്ട്, ഇതൊക്കെ പല അസുഖങ്ങളുടെ പേരാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചായിരിക്കും നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്, ഹൂ ടു ഡൊണേറ്റ്, അല്ലെങ്കിൽ ആരാണ് ഒരു നല്ല കിഡ്നി ഡോണർ എന്ന ഡിസിഷൻ എടുക്കുന്ന ഒന്ന്. രണ്ടാമത്തത് നേറ്റീവ് കിഡ്നി ഡിസീസ്, ആദ്യം ഉണ്ടായിരുന്ന കിഡ്നിയുടെ അസുഖം എന്തായിരുന്നു, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വീണ്ടും ആ അസുഖം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇതിന് ഈ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏർലി റെക്കറൻസസ് നമുക്ക് അറിയാൻ പറ്റും, അതപ്പോൾ ട്രീറ്റ് ചെയ്യാനും പറ്റും. അണ്ടർ സർവൈലൻസ് ആയിരിക്കും. അതെ. ഡോക്ടർ, അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഡോക്ടർക്ക് മെമ്മറിയിൽ നിൽക്കുന്ന, ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു ജീവിതം ഇങ്ങനെ മാറിയ ഒരു സംഭവമോ എന്തോ ആയിക്കോട്ടെ, അതൊന്ന് ഷെയർ ചെയ്യാനുണ്ടാവും. അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നൊരു ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു 38-40 വയസ്സുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 38-40 വയസ്സിൽ ആ പേഷ്യൻ്റ് അദ്ദേഹം വരുമ്പോഴത്തേക്ക് 39 വയസ്സായിരുന്നു. അദ്ദേഹം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്വാസമുട്ടായിട്ട് വരുന്നു, അറിയുന്നില്ല അദ്ദേഹത്തിന് കിഡ്നി ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലം ഇത്രയും നാളുമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ശ്വാസം മുട്ടായിട്ട് വന്നു, നമുക്ക് പെർമനൻ്റ് ആയത് ക്രോണിക് കിഡ്നി ഡിസീസാണ്, എൻഡ് സ്റ്റേജ് റിനൽ ഡിസീസാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്തു. ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നു നിങ്ങൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് ഉചിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെ ഈ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം പല വഴിക്ക് പോകുന്നു. നമുക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഐഡിയൽ ഡോണറെ കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ബാക്കി ബന്ധുക്കൾ. അപ്പോഴാണ് വൈഫുണ്ട് പക്ഷെ അവർ വേറിട്ടാണ് താമസിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വൈഫ് അറിഞ്ഞ ഉടൻ വൈഫ് ഇദ്ദേഹത്തിനായിട്ട് തിരിച്ചു വന്നു. ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ വൈഫ് ഇദ്ദേഹത്തിനായിട്ട് തിരിച്ചു വന്ന് അവരുടെ വൈഫിൻ്റെ വീട്ടുകാരുടെ എതിർപ്പിനെല്ലാം മറികടന്നുകൊണ്ട് അവർ ആ കിഡ്നി ഡൊണേഷൻ ചെയ്തു. മനുഷ്യരിങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന സമയങ്ങളായിരിക്കും. നമുക്ക് ഈ വർക്കപ്പിനിടയിൽ തന്നെ നമുക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. 2-3 തവണ വെന്റിലേറ്ററിലായി. പക്ഷെ നമ്മൾ കൂടെ ഇരുന്ന് അതൊന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടായി തിരിച്ചു കൊണ്ടുവന്ന് അവസാന കിഡ്നി ഡൊണേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. ഏകദേശം ഈ അസുഖങ്ങൾ, ഡയാലിസിസ് സമയത്തുള്ള അസുഖങ്ങൾ, ഇൻഫെക്ഷൻ, അങ്ങനത്തെ മോശമായിട്ടുള്ള ശാരീരികാവസ്ഥ, ഇതെല്ലാം താണ്ടി അത്രയും നാളും ആ ഭാര്യ കൂടെ നിന്ന് പരിചരിച്ച് അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുവന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 3-3.5 വർഷമായി. ഇപ്പോഴും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ദിവസം ആ ഒരു ദിവസം വെച്ചിട്ട് പുള്ളി വിളിക്കാറുണ്ട്. നന്നായിട്ടിരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും ജീവിതം തിരിച്ചു കിട്ടുമ്പോൾ പലപ്പോഴും ഇതിന് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ ചെയ്തിരുന്ന തെറ്റുകൾ അവർ പലപ്പോഴും ഇനി ഞാനത് ആവർത്തിക്കാൻ പാടില്ല എന്ന്
ഉറച്ച വിശ്വാസത്തോടും നിശ്ചയത്തോടും കൂടിയാണ് പലപ്പോഴും പല ആൾക്കാരും പല രോഗികളും മുന്നോട്ട് പോകുന്നത്. അത് നമുക്കത് കാണുമ്പോൾ തന്നെ ഈ ഒരു ഡോക്ടർക്ക് ഇതിൽ കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനില്ല. നമ്മൾ എന്തൊക്കെ പൈസയുടെ കാര്യമാണെങ്കിലോ എന്ത് പറഞ്ഞാലും ഒരു ഡോക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനിൽ ഒന്ന് അവരുടെ പേഷ്യൻസ് നല്ല രീതിയിൽ, എസ്പെഷ്യലി ഒരു നെഫ്രോളജിസ്റ്റിന് അവരുടെ പേഷ്യൻ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ അവരുടെ കുടുംബജീവിതം ഉൾപ്പെടെ ദാറ്റ് ഹാസ് ബിക്കം ബെറ്റർ. അവരിപ്പോഴും നല്ല രീതിയിൽ വീണ്ടും ഒരു കുഞ്ഞായി അവർ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ച് പോകുന്നുണ്ട്. അപ്പം ഇതേപോലുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. അപ്പം ഇത് നല്ല ഓർമ്മകൾ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗവും നമുക്ക് സന്തോഷം തരുന്ന ഓർമ്മകളാണ്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നിൽക്കുന്നു. ഓക്കെ ഡോക്ടർ, അതുപോലെ ഡോക്ടർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നത്, ഞാൻ സോഷ്യൽ ജസ്റ്റിസിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലുള്ള പെൺകുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് അവരുടെ സ്റ്റോറീസൊക്കെ പറയാൻ വരും. അപ്പോൾ അതിലൊരു പെൺകുട്ടി ഒരിക്കൽ എഴുതി തന്നതാണ്, എൻ്റെ ചേട്ടൻ എന്നെ വല്ലാതെ സ്നേഹിക്കും, ചെറിയ പെൺകുട്ടിയാണ്, സാഹചര്യങ്ങൾ കൊണ്ടൊരു പയ്യൻ്റെ കൂടെ പോയതാണ്, അപ്പോൾ ജീവിക്കാൻ നിവർത്തിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അടുക്കലെത്തുന്നത്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ ചേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, മാഡത്തിന് എൻ്റെ ചേട്ടൻ എന്നെ എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയണമെങ്കിൽ ഞാനൊരു സംഭവം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് താലിമാലയ്ക്കുള്ള പൈസയോ എന്തോ സംഭവം വാങ്ങിത്തന്നത്, അത്രയ്ക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ വലിയ പൊല്ലാപ്പായി, എനിക്ക് ഒബ്വിയസ്ലി അത് പറയേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നു, താലിമാല വാങ്ങാനോ മാല വാങ്ങാനോ സാരി വാങ്ങാനോ ആയിക്കോട്ടെ, അത്ര നിസ്സാരമാണോ കിഡ്നി ഡൊണേഷൻ? ഒരിക്കലും അതൊക്കെ ആക്ച്വലി നമ്മുടെ ഒരു ലീഗൽ ഡൊണേഷൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്തിന് അങ്ങനെ പോകണം എന്നുള്ളതാണ്. ഇല്ലീഗലായിട്ടുള്ള ഡൊണേഷൻ്റെ പുറകെ നമ്മൾ പോകേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ ഇനിയും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി ആൾക്കാരുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചാൽ മതി. നമുക്ക് ഈ റിലേറ്റഡ് ഡോണേഴ്സിനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ, ലീഗൽ ഡൊണേഷൻ്റെ പാത്വേ അതൊന്ന് പറയാം. ലീഗൽ ഡൊണേഷൻ നമ്മളെപ്പോഴും ബന്ധുക്കൾ തമ്മിൽ എന്നുള്ള ഒരു ഇതുണ്ട്. അതിൽ മണി ഇൻവോൾവ് ആകാൻ പാടില്ല. അതിൽ മണി ഇൻവോൾവ് ആകാൻ പാടില്ല. ലീഗൽ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ ബന്ധുക്കളാണ് ഒന്ന്. അല്ലെങ്കിൽ അൾട്രൂയിസ്റ്റിക് ഡോണറുണ്ട്, അതായത് വർഷങ്ങളോളം നമുക്ക് പരിചയമുണ്ട്, നമ്മുടെ അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ ആ രോഗിയോടോ ഉള്ള ഒരു ഇഷ്ടമോ സ്നേഹവും കാരണം നമ്മൾ കൊടുക്കുന്ന നമുക്കങ്ങനെ, കാരണം വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിൽ മണി ഇൻവോൾവ് ആകാത്ത രീതിയിലോ സ്വന്തം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്നുള്ളൊരു ചിന്തയേക്കാളും ഉപരി സഹജീവികൾ എന്നുള്ളൊരു ചിന്ത വന്ന് ഡൊണേഷൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ ഇസ് ലീഗലി പെർമിറ്റഡ് എന്നുള്ളതാണ് എൻ്റെ. അല്ലാതെ ഇതിൽ മണി ഇൻവോൾവ് ആകുന്ന ഒരു കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഒന്ന്, നമുക്ക് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ഡൊണേഷൻ പൂള് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും എന്ന് പറയുന്നത് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ്. വർഷങ്ങൾ നമ്മുടെ നിരത്തുകളിൽ അല്ലെങ്കിൽ സ്ട്രോക്ക് കാരണമോ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ആർക്കും ജീവൻ തിരിച്ച് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ഒരു പടിയും കൂടെ മുകളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗൻ ഡൊണേഷനിലോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഡ് ഓർഗൻ ഡാമേജ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേഷ്യൻസിനെ സഹായിക്കാൻ പറ്റും. ഇതൊന്നും മണി മൈൻഡഡ് ആയിട്ടുള്ള തോട്ട്സ് അല്ല. നമുക്കത് കൃത്യമായിട്ട് ആൾക്കാരുടെ മനസ്ഥിതി കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്തരം കുടുംബങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഒരു ആദരവ് എത്രത്തോളം എന്ന് നമ്മൾ കുറേ കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അത് തുടക്കത്തിൽ പാടും. പക്ഷേ ഫോർ ദ പാസ്റ്റ് ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സ് നമ്മൾ വീണ്ടും വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ ഡോക്ടർ, ഇതിൽ രണ്ട് കാര്യങ്ങൾ ഡോക്ടറോട് പറയാൻ തോന്നുന്നു. ഒരു നമ്മൾ ഈ തമാശയ്ക്കൊക്കെ പറയുന്ന പോലെ കിഡ്നി വിറ്റിട്ടായാലും നിന്നെ ഞാൻ നോക്കൂ എന്ന് പറയുന്ന അത്ര തമാശയല്ല കാര്യങ്ങൾ. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഉറപ്പാക്കിയ പേഷ്യൻസിന് പക്ഷേ ഒരു പൊതുജീവൻ നൽകാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോഴും പല ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, ഞാൻ എവിടെയാണ് സമീപിക്കേണ്ടത്, ഇതിൽ പണം വലിയൊരു ഘടകമാണോ എന്നൊക്കെ. അതിനു കൂടി മറുപടി പറയും നമുക്ക് വേണ്ടി. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിവിങ് ഡോണർ എന്നുള്ളതാണ് നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും
ഒരു CKD സ്റ്റേജ് 5 എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വമേധയാ ആ രോഗിയോട് എനിക്ക് താല്പര്യമാണ്, നിങ്ങൾക്ക് കിഡ്നി തരാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണുന്ന ഹോസ്പിറ്റലിലോട്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും, യൂറോളജിസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പം ഇവരെ സമീപിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ലീഗൽ പാത്വേസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ ഡിസീസ് ഡൊണേഷൻ ആണെങ്കിൽ, ഡിസീസ് ഡൊണേഷനാണ്, ഞാനൊരു പേഷ്യൻ്റാണ്, ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻ്റാണ്, ഡയാലിസിസ് പേഷ്യൻ്റാണ്. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് എന്താ ചെയ്യണം? നമുക്കൊരു ആക്റ്റീവ് ഡോണർ ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കേസോട്ടോ എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ കേസോട്ട്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആൾക്കാർക്കനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓർഗൻ കിട്ടും. അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതാരാണോ ആ ലിസ്റ്റിൽ നമ്മൾ കറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് വൈസ് ലിസ്റ്റുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ ആ ക്രമം അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ക്രമം അനുസരിച്ച് പിന്നെ ആ രോഗിയുടെ രോഗാവസ്ഥയും കൂടെ നോക്കും. ഇത് രണ്ടും നോക്കിയിട്ട് അടുത്തതാരാണോ അവരെ വിളിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഈ രണ്ട് ഓർഗൻസ് മാച്ചിങ് ആണോ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഇപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ, എൻ്റെ മരണത്തിന് ശേഷം എനിക്കൊരു മസ്തിഷ്ക മരണം സംഭവിക്കാൻ പിൽക്കാലത്ത് സംഭവിച്ചുകൂടാന്നില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്കൊരു ഓർഗൻ ഡൊണേഷന് ഞാൻ വില്ലിങ് ആണെങ്കിൽ കേസോട്ടോ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓർഗൻ ഡോണർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ പിൽക്കാലത്ത് നമുക്ക് ഇത്തരം ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ രജിസ്ട്രേഷൻ കാർഡോ ബാക്കി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കും ആ ട്രീറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിവിസ്റ്റും അവർക്കെല്ലാം കുറേ കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ സ്വമേധയാ ബാക്കിയുള്ള സഹജീവികൾക്ക് വേണ്ടി നമ്മുടെ മരണശേഷം, മസ്തിഷ്ക മരണശേഷം നമ്മളത് കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള. കഴിഞ്ഞ ഞങ്ങളുടെ നെഫ്രോളജി അസോസിയേഷൻ ഓഫ് കേരളയുടെ സ്റ്റേറ്റ് കോൺഫറൻസിൽ നമ്മുടെ അവിടുത്തെ ഭൂരിഭാഗം നെഫ്രോളജിസ്റ്റുകളും ഈ ഒരു പ്ലഡ്ജ് എടുക്കുകയും കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇതിനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊക്കഴിഞ്ഞാലും നമ്മളിലൂടെ പലരും ജീവിക്കണം. കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വളരെയധികം. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടിനേക്കാളും വലുതാണ് ആരോഗ്യപരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ട്. അത് എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്കതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ചില അവസരങ്ങളിൽ. അപ്പോൾ അത്തരം അവസരങ്ങളിൽ ഇതേപോലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ മരണശേഷമെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു വയ്ക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ടു ബി ഡൺ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഡോക്ടർ, ഈ സംസാരം കഴിയുമ്പോൾ എനിക്ക് കുറേ ടേക്ക് അവേസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ നിസ്സാരമായിട്ട് മറ്റേ കിഡ്നി വിറ്റായാലും നിന്നെ ഞാൻ പോറ്റു എന്ന് പറയുന്ന അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരാളെ നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പണമല്ല, കൃത്യമായ ലീഗൽ വഴികളിലൂടെ അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഒരു മനുഷ്യന് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നടത്തം കൂടിയാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ നന്ദി. വളരെ ഹൃദയം തൊടുന്ന ഒരു ടോക്കായിരുന്നു. താങ്ക് യു സോ മച്ച്.